നെക്സ്റ്റ് വൺ ഇസ് AMR. ഇത് ബയോടെക്നോളജിയുടെ കറണ്ട് അഫയേഴ്സ് പോർഷൻ എന്നുള്ളതാണ്. AMR എന്താ അറിയോ? IMR ഒക്കെ കേട്ടിട്ടുണ്ടോ? ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ്, എക്കണോമിക്സിലും പോളിറ്റിയിലൊക്കെ പറയും. AMR ഇസ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. വാട്ട് ഡു യു മീൻ ബൈ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? എന്താ ഇത്? WHO ഒക്കെ ഗ്ലോബൽ ത്രെട്ടായിട്ട് ഐഡന്റിഫൈ ചെയ്ത ഒരു സാധനമാണ് AMR. അപ്പോൾ എന്താണ് ഗ്ലോബൽ ത്രെട്ടൊക്കെ ആണെങ്കിൽ അതൊരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ്. എന്താണ് AMR? ആൻറ്റിബയോട്ടിക്സ്. ബേസിക്കലി എന്താണ് ആൻറ്റി മൈക്രോബിയൽ എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കാൻഡിഡിൻ്റെ ഒക്കെ ക്രീം വാങ്ങിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ എന്താ പറയുക സ്കിൻ ഡിസീസിനൊക്കെ ഉള്ള ക്രീമുകൾ, പൗഡറുകളൊക്കെ വാങ്ങിയാൽ അതിന് നമ്മൾ എഴുതിയിട്ടുണ്ടാവും ആൻറ്റി മൈക്രോബിയൽ. അതായത് ഏതോ ഒരു മൈക്രോബാണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ആ മൈക്രോബിനെ ഇല്ലാണ്ടാക്കാനുള്ള, മൈക്രോബിൻ്റെ ഷീത്തിനെ ഇല്ലാണ്ടാക്കുകയോ അല്ലെങ്കിൽ മൈക്രോബിൻ്റെ DNA നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന കെമിക്കലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മൈക്രോബിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മൈക്രോബിൻ്റെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ആൻറ്റി മൈക്രോബ്സ്. അപ്പോൾ അതിനെതിരെ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അതായത് നിലവിലുള്ള ബഗ്ഗുകളോ അല്ലെങ്കിൽ മൈക്രോബ്സോ ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഈ നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളോട് റെസിസ്റ്റൻസ് ഉണ്ടാവുക. അതാണ് AMR. ഈ AMR എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എങ്ങനെ ഈ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്? ഒറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ, ചില പനി വന്നു കഴിഞ്ഞാൽ, നമുക്ക് പനി വന്ന് നമ്മൾ സാറിന് അമോക്സിലിൻ എടുത്തിട്ടുണ്ടാവും ഒരു ഇൻഫെക്ഷൻ വന്നപ്പോൾ. ചിലപ്പോൾ 2-3 വർഷം കഴിഞ്ഞാൽ പിന്നെ അമോക്സിലിൻ എടുക്കുമ്പോൾ ആ സെയിം അസുഖം മാറണമെന്നില്ല. കാരണം ആ മൈക്രോബ്സിന് റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ബേസിക്കലി നമുക്ക് നോക്കേണ്ടത് മൈക്രോബയോളജിക്കൽ പെർസ്പെക്റ്റീവ്, ബയോടെക്നോളജിയിൽ നോക്കേണ്ടത് AMR എന്താണ്, എങ്ങനെയാണ് റെസിസ്റ്റൻസ് കിട്ടുന്നത്, സിഗ്നിഫിക്കൻസ് എന്താണ്, ഇത് ഈ ത്രെട്ട് ഒഴിവാക്കാനുള്ള മെത്തേഡ് എന്തൊക്കെയാണ്, എഫേർട്സ് എന്തൊക്കെയാണ്, ഇത്രയാണ് നമ്മുടെ പെർസ്പെക്റ്റീവ്. ഇപ്പോൾ AMR എന്ന് വെച്ചാൽ ബേസിക്കലി ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് അക്വയർഡ് ബൈ മൈക്രോബ്സ്. എന്തുകൊണ്ടാണ് ഇവർക്ക് പെട്ടെന്ന്, നമുക്കൊന്നും കിട്ടാത്ത റെസിസ്റ്റൻസ് എന്തുകൊണ്ടാണ് മൈക്രോബ്സിന് പെട്ടെന്ന് കിട്ടുന്നത്? ബിക്കോസ് മൈക്രോബ്സ് ആർ സിംപ്ലർ ഓർഗാനിസംസ്. either they will be having a DNA or an RNA. സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ് വൈറസുകൾക്കൊക്കെ ഉണ്ടാവും മിക്കവാറും. അപ്പോൾ സിംഗിൾ സ്ട്രാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേഞ്ചും സഡൻ ആയിരിക്കും. അതായത് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ബോഡിയിലുള്ള ഒരു കോൾഡ് കോസിങ് ആയിട്ടുള്ള വൈറസ് ചിലപ്പോൾ നാളെ അത് വേറൊരു ടൈപ്പ് ഓഫ് വൈറസ് ആവും. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം, ഇറ്റ് ക്യാൻ ക്യാരി ഔട്ട് ജനറ്റിക് മ്യൂട്ടേഷൻസ് ഓർ വാരിയേഷൻസ് സോ ഈസിലി. അപ്പോൾ ഈ സാധനമാണ് AMRന് കാരണമാവുന്നത്. ഇനി സാധാരണ ഗതിയിൽ എന്തൊക്കെ കണ്ടീഷൻസിലാണ് AMR ഡെവലപ്പ് ആവുന്നത്? ഇഫ് യു ഡിസ്കണ്ടിന്യൂ ദ ഡോസേജ്, നിങ്ങൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്തു ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിന്, നിങ്ങൾ യൂസ് ചെയ്ത ആൻറ്റിബയോട്ടിക് നിങ്ങൾ ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി അല്ലെങ്കിൽ നിങ്ങളെ പരിശോധിക്കുന്ന ഡോക്ടർ നിങ്ങൾക്ക് കൃത്യമായ ഡോസേജ് അല്ല തരുന്നത്, ഇങ്ങനത്തെ കേസിൽ സാധാരണ AMR ഡെവലപ്പ് ആവും. അതായത് നിങ്ങളുടെ ബോഡിയിൽ ചിലപ്പോൾ 650 mg ഓഫ് അമോക്സിലിൻ കൊണ്ട് മാത്രം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസീസ് ആയിരിക്കും ഉണ്ടാവുക. ഇഫ് യു ആർ ടേക്കിംഗ് ഇൻ 500 mg, ഒരു 80% മൈക്രോബ്സ് ഒക്കെ ഇല്ലാണ്ടാവും. ബട്ട് സ്റ്റിൽ ദർ വിൽ ബി എ കോളനൈസേഷൻ ഓഫ് 20-30%. കോളനൈസ് ചെയ്യുന്നത് മാത്രമല്ല, ദേ വിൽ ബി ഏബിൾ ടു സസ്റ്റെയിൻ ദ എക്സിസ്റ്റിംഗ് അമോക്സിലിൻ ഡോസേജ്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ആ അമോക്സിലിനെ കോപ്പപ്പ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ അവരാണ് ഡിവൈഡ് ചെയ്ത് അടുത്ത പോപ്പുലേഷൻ ഉണ്ടാവുന്നത്. സോ ഓൺ നെക്സ്റ്റ് സ്ട്രൈക്ക് യു വോണ്ട് ബി ഏബിൾ ടു പ്രിവെന്റ് വിത്ത് ദ സെയിം വെപ്പൺ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വലിയ ത്രെട്ടാവുന്നത്? നമുക്ക് ഇഷ്ടംപോലെ ആൻറ്റിബയോട്ടിക്സ് ഇല്ലേ, എന്നിട്ട് നമ്മൾ എന്തിനോടാ പേടിക്കുന്നത്? ഈ ബയോടെക്നോളജിയിൽ ഇത്ര വലിയ ത്രെട്ടാന്നൊക്കെ പറയുന്ന കാരണം എന്താ? വി ഹാവ് വെരി ലിമിറ്റഡ് റേഞ്ച് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. നമുക്ക് വളരെ ലിമിറ്റഡ് റേഞ്ച് ഓഫ് ആൻറ്റിബയോട്ടിക്സേ ഉള്ളൂ. നമ്മൾ പല കോമ്പിനേഷൻസും പുതിയതൊക്കെ ട്രൈ ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം there are 2 types of antibiotics: broad spectrum antibiotic and narrow spectrum antibiotic. കേട്ടിട്ടുണ്ടോ? +2 NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എന്താ നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് എന്ന് വെച്ചാൽ? ഒരു പെർട്ടിക്കുലർ ഡിസീസിന് മാത്രം പറ്റുന്ന അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മൈക്രോബിനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. ഇനി അല്ലെങ്കിൽ ബ്രോഡ് സ്പെക്ട്രം എന്ന് വെച്ചാൽ അമോക്സിലിനൊക്കെ പോലത്തെ, അതായത് ഏത് രോഗമായാലും പലവിധ രോഗങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഗ്രൂപ്പ് ഓഫ് മൈക്രോബ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് നമ്മൾ
ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കുകൾ പലപ്പോഴും ഡയറക്റ്റ് പോയി കില്ലിംഗ് ആയിരിക്കില്ല, ആ മൈക്രോബിന്റെ ഏതെങ്കിലും ഒരു ലൈഫ് സ്റ്റേജിനെ ആയിരിക്കും ചിലപ്പോൾ എഫക്ട് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ എറിത്രോമൈസിൻ എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. എറിത്രോമൈസിൻ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ മൈക്രോബിന് അതിന്റെ പ്രൊട്ടക്റ്റീവ് ഷീത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. ആ ഷീത്തിനെ പ്രിവെന്റ് ചെയ്യുന്നൊരു കെമിക്കൽ ഉണ്ടാവും. അപ്പോൾ ഷീത്ത് ഉണ്ടാക്കാൻ പറ്റാതാകുമ്പോൾ നമ്മളെ ബോഡിക്ക് അതിന് ഈസി ആയിട്ട് കൊല്ലാൻ പറ്റും. WBC അറ്റാക്ക് ചെയ്യാൻ ഈസിയർ ആയിരിക്കും. സോ ഓരോ ആന്റിബയോട്ടിക്കിനും ഓരോ മെത്തഡ് ഓഫ് ആക്ഷൻ ഉണ്ട്. നമുക്ക് അതൊന്നും വേണ്ട. അപ്പോൾ ബേസ്ഡ് ഓൺ ദ റേഞ്ച് ഓഫ് എഫക്റ്റിവിറ്റി നമുക്ക് ബ്രോഡും നാരോ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള വെപ്പൺസിന്റെ എണ്ണം തന്നെ കുറവാണ്. ഇപ്പോൾ മറ്റേ റെസിസ്റ്റൻസും കൂടെ ഉണ്ടെങ്കിലോ ഭയങ്കര ഇഷ്യൂ. ഇത് സിക്ക വൈറസ്, നിപ്പ, ഇപ്പൊ കൊറോണ, ഇങ്ങനത്തെ ഇൻസിഡൻസ് കഴിഞ്ഞ ഒരു 5 years ആയിട്ട് ഇതിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതായത് വൈറൽ ആയിട്ടുള്ള കണ്ടാമിനേറ്റീവ് ഡിസീസസിന്റെ എക്സ്റ്റൻസീവ് സ്പ്രെഡിങ്, ഓൾ അക്രോസ് ദ ഗ്ലോബ് സ്പ്രെഡിങ് ഭയങ്കരമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് AMR ആണ്. അതായത് ഇപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് നിപ്പ ഉണ്ടാക്കിയ സെയിം വൈറസ് ചിലപ്പോൾ അടുത്ത വർഷം പുതിയൊരു ഡിസീസ് ഉണ്ടാക്കും. കാരണം അതിനൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടാവും, റെസിസ്റ്റൻസ് വന്നിട്ടുണ്ടാവും. അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് ഇപ്പോഴത്തെ എക്സസൈസിങ് സിസ്റ്റം ഒന്നും മതിയാവുന്നില്ല. അപ്പോൾ ഇതൊരു ഗ്ലോബൽ ത്രെട്ടായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് WHO. ഇനി നമ്മൾ എന്തിനാണ് നമ്മൾ സാധാരണ കൾച്ചർ ചെയ്യുന്നത്? നിങ്ങൾ കൾച്ചറിങ് കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളൊരു പനിയൊക്കെ ആയിട്ട് ഒരാഴ്ച ആന്റിബയോട്ടിക് കഴിച്ചിട്ട് അസുഖം മാറുന്നില്ലെങ്കിൽ ഡോക്ടർ പറയും കൾച്ചർ ചെയ്യേണ്ടി വരും. ആക്ച്വലി കൾച്ചറിങ്ങിൽ എന്താ ചെയ്യുന്നത്? കൾച്ചർ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ? ബ്ലഡ് കൾച്ചർ റിപ്പോർട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കിട്ടുക. എന്തിനാ ഒരാഴ്ച സമയം എടുക്കുന്നത്? ടെക്നോളജി ഡിലേ ആയതുകൊണ്ടാണോ? അല്ല, എന്താണ് ബേസിക്കലി ചെയ്യുന്നത് കൾച്ചർ ഡിഷിന്? നിങ്ങൾ ബ്ലഡ് എടുക്കും, നിങ്ങളുടെ ബ്ലഡിൻ്റെ സാമ്പിളിനെ പെട്രി ഡിഷ്, അതായത് പെട്രി ഡിഷ് എന്ന് വെച്ചാൽ ചെറിയ സാമ്പിൾ ഡിഷുകളിലേക്ക് മാറ്റും. ഒരു 8 or 10 ഡിഷുകളിലേക്ക് ഇതിൻ്റെ സാമ്പിൾ ഇടും. എന്നിട്ട് ഇതിനകത്തെല്ലാം ഓരോ വെറൈറ്റി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക് ഇടും. എന്നിട്ട് ഈ കൾച്ചറിനെ ഒരാഴ്ച കീപ്പ് ചെയ്യും. ഈ കൾച്ചറിനെ ഒരാഴ്ച കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 2-3 days കീപ്പ് ചെയ്യും. എന്നിട്ട് ഇതിന്റെ ഗ്രോത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കും. ഇതിന് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യും പെട്രി ഡിഷിൽ. എന്നിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ആന്റിബയോട്ടിക് ഇട്ട ഡിഷിലാണ് ഏറ്റവും കുറവ് ഗ്രോത്ത്. അപ്പോൾ അതായിരിക്കണം പേഷ്യന്റിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്. അപ്പോൾ ആ റിപ്പോർട്ടിന് അടിയിലുണ്ടാവും ദിസ് ആന്റിബയോട്ടിക് മേ ബി പ്രിസ്ക്രൈബ്. അപ്പോൾ ഡോക്ടർക്ക് ആ ആന്റിബയോട്ടിക് ചൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അപ്പോൾ ഈ കൾച്ചറിങ് എഫക്റ്റീവ് ആവുന്നതിന്റെ കാരണം AMR ആണ്. ഏതിനാണോ റെസിസ്റ്റൻസ് ഇല്ലാത്തത് എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ AMR നമ്മൾ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ AMR ഇപ്പോഴാണ് ഒരു ഗ്ലോബൽ ത്രെട്ടായിട്ട് മാറിയിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനകത്ത് മൈക്രോബ്സ് വിത്ത് എക്സ്റ്റെൻസീവ് AMR are generally known as super bugs. കേട്ടിട്ടുണ്ടോ? സൂപ്പർ ബഗ് are known as super bugs. They tend to develop resistance towards antimicrobes. ഇത്ര എഴുതിയാൽ മതി, നിങ്ങൾക്ക് അറിയാലോ AMR കേട്ടാൽ. നമുക്ക് എഴുതേണ്ട കാര്യം GLASS, ഗ്ലാസ്. ഇത് WHO-ന്റെ ഒരു എഫേർട്ടാണ് ടു ക്യാരി ഔട്ട് ആൻ ഓപ്പറേഷൻ ടു മേക്ക് അവെയർ. അതായത് എല്ലാ രാജ്യങ്ങളും എസ്പെഷ്യലി പുവർ കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസിലൊന്നും AMR ഒന്നും അവർ മുഖവിലേക്ക് എടുക്കുന്നതേ ഇല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ലോ കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്, AMR-നെ പറ്റിയും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനത്തെ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് പലപ്പോഴും ഇതിൻ്റെയൊക്കെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വൺസ് ഇറ്റ്സ് ഒറിജിനേറ്റഡ് അത് ലോകം മൊത്തം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് ഇസ് എൻ എഫേർട്ട് ഓഫ് WHO ടു പ്രിവെന്റ് AMR and to make public awareness and expansion കൂടെ എഴുതി വെച്ചോ. global antimicrobial resistance, surveillance system
2015 ഗ്ലാസ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യ ഈസ് എ മെമ്പർ. 2015 സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ്സ് എയിം ഇസ് ടു സപ്പോർട്ട് global surveillance. Its aim is to support global surveillance and research. ഇതാണ് അതിന്റെ ഗ്ലോബൽ എഫേർട്ട്. ഇനി ഇതിന് പാരലൽ ആയിട്ട് ഇന്ത്യ ലാസ്റ്റ് ഇയർ ഒരു എഫേർട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ പേരാണ്, ഒന്ന് എഴുതി വെക്കാം, റെഡ് ലൈൻ ക്യാമ്പയിൻ. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. റെഡ് ലൈൻ ക്യാമ്പയിൻ സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ റെഡ് ലൈൻ ക്യാമ്പയിൻ സ്റ്റാൻഡ്സ് ഫോർ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇന്ത്യ ലോഞ്ച് റെഡ് ലൈൻ ക്യാമ്പയിൻ ടു കർബ് ഓവർ counter usage of antibiotics. ഈ റെഡ് ലൈൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പോളിസി ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത്. ബയോടെക്നോളജി മുന്നോട്ട് പറയാം. അപ്പോൾ നമുക്ക് പുതിയൊരു ഫ്രെയിം വർക്ക് ഉണ്ട് ഫാർമ ഇൻഡസ്ട്രിയിൽ. എന്താ ഫാർമ ഇൻഡസ്ട്രിക്ക് സിഗ്നിഫിക്കൻസ്? മെഡിക്കേഷൻസ്. ഇന്ത്യ ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മെഡിസിൻസ്. ഈ പ്രത്യേകിച്ച് അലോപ്പതി മെഡിസിൻസിൻ്റെ ഒരു വലിയ സോഴ്സാണ് ഇന്ത്യ. ഒരുപാട് ഗ്ലോബൽ കമ്പനീസിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഇന്ത്യയിലുണ്ട്. അപ്പം ഇന്ത്യ പോലത്തെ ഒരു സ്ഥലത്ത് ഫാർമ കമ്പനീസ് പോളിസി കൃത്യമായ ഗൈഡ് ലൈൻസ് ഇല്ലെങ്കിൽ ഈ അവരെന്ത് ചെയ്യും? AMR ഒന്നും നോക്കാണ്ട് ആൻറ്റിബയോട്ടിക്സ് അടിച്ചു വിടും. അതായത് ആൻറ്റിബയോട്ടിക്സിന് കൃത്യമായ വാരിയേഷൻസ് ഉണ്ടാക്കണം എല്ലാ വർഷവും. ഒരേ ആൻറ്റിബയോട്ടിക് ഓവർ ദ ഇയേഴ്സ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെ വാരിയേഷൻസ് വരുത്തണം, അതിനുള്ള ഗൈഡ് ലൈൻ എന്താണ്? ഇനി ഡ്രഗ് ടെസ്റ്റിംഗ് പ്രാക്ടീസസ് എങ്ങനെയായിരിക്കണം, ഡ്രഗ് സേഫ്റ്റി എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്ന പോളിസി ഉണ്ട്. അങ്ങോട്ട് വരുമ്പോൾ എടുക്കാം. നമുക്ക് ആവശ്യമില്ല ആക്ച്വലി, അതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്ത. സമയം ഉണ്ടെങ്കിൽ പറയാം. അടുത്തത് എഴുതി വെക്കുക, നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ. ഇതിൻ്റെ കൂടെ തന്നെ നാഷണൽ ആക്ഷൻ പ്ലാൻ ടു കോംബാറ്റ് ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്. 2017. ഇത് സെൻട്രൽ ഗവൺമെന്റ് പ്ലാൻ ആയിരുന്നു. 2017 നമ്മളൊരു ഡൽഹി ഡിക്ലറേഷൻ സൈൻ ചെയ്തിട്ടുണ്ട്. ഡൽഹി ഡിക്ലറേഷൻ. സോ ഡൽഹി ഡിക്ലറേഷൻ 2017 ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് AMR. എന്താ ഡൽഹി ഡിക്ലറേഷൻ അറിയോ? ഇന്ത്യയിൽ AMRനെതിരെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ മതിയോ? പോരാ. NGOs വിചാരിക്കണം, പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്, ഹോസ്പിറ്റൽസ് വിചാരിക്കണം. അതുപോലെ ഗവൺമെന്റ് തന്നെ വാരിയസ് മിനിസ്ട്രീസ് അതിനകത്ത് ഒന്നിച്ച് വർക്ക് ചെയ്യണം. സോ ഇങ്ങനെയുള്ള ഒരുപാട് എൻറ്റിറ്റികളുടെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി ഒരു സൈൻഡ് പാക്ട് പോലെ ചെയ്തതാണ് ഡൽഹി സൈനിങ്. ഒന്ന് എഴുതി വെക്കുക. ഡൽഹി ഡിക്ലറേഷൻ വേറെ എഴുതുക. മൾട്ടി സെക്ടറൽ ആൻഡ് മൾട്ടി മിനിസ്റ്റീരിയൽ Action Plans Pact. For AMR. അടുത്തത് സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതും ബയോടെക്നോളജിയിലാണ്. ഇതൊരു വർഷം UPSCയുടെ പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. SIT. എന്താ സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക്ക്? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഈ വേർഡ്? +2 ബയോളജി NCERT ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് പേര് പറഞ്ഞു പോകുന്നുണ്ട്. ബയോടെക്നോളജിയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വാട്ട് യു മീൻ ബൈ സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക്ക്? ഇത് ബേസിക്കലി ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഓർഗാനിസങ്ങളെയും ബഗ്ഗുകളുടെ ഒക്കെ എണ്ണം നിയന്ത്രിക്കാൻ യൂസ് ചെയ്യുന്നൊരു മെത്തഡാണ്. ഇറ്റ്സ് എ മോഡേൺ പ്രാക്ടീസ്. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ഈ കൊതുകൊക്കെ, ഡെങ്കു അല്ലെങ്കിൽ ചിക്കുൻ ഗുനിയ ഇങ്ങനത്തെ കണ്ടാമിനേറ്റീവ് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കൊതുകിനെ തുരത്താനുള്ള കെമിക്കൽസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കും. ഇങ്ങനത്തെ മെത്തേഡുകളാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു വലിയ സിറ്റീനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് പ്രാക്ടിക്കലാണോ? അതായത് വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യത കൂടുതലാണ്, പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയാസ് കൂടുതലുണ്ടാവും, അതുപോലെ എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കില്ല ഹെൽത്തി ആയിട്ടുള്ള കെമിക്കൽസ്. അപ്പോൾ ഒരു ലാർജ് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര പോപ്പുലേഷൻ കൂടിയ ഏരിയയിൽ മൈക്രോബ്സിനെ നാച്ചുറൽ മെത്തേഡ് വഴി
നാച്ചുറൽ മെത്തഡാണ്, ബട്ട് ബയോടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കുന്നതാണ് സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക്. സ്റ്റെറൈൽ എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? സ്റ്റെറൈൽ ക്രോപ്പ് എന്നൊക്കെ. സ്റ്റെറൈൽ എന്ന് വെച്ചാൽ സ്റ്റെറൈൽ മീൻസ് അൺഏബിൾ ടു റീപ്രൊഡ്യൂസ്. അതിന്റെ ക്ലിനിക്കൽ വേർഡാണ് സ്റ്റെറൈൽ. അപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഇൻസെക്ട് ടെക്നിക്. അപ്പോൾ എന്താ ഇത്? പ്രധാനമായിട്ടും SIT സക്സസ്ഫുള്ളി നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്ക്വിറ്റോ പ്രിവെൻഷൻ ആണ്. മോസ്ക്വിറ്റോ പ്രിവെൻഷൻ. മോസ്ക്വിറ്റോസിന് 2 ഫീമെയിലും ഉണ്ട്, മെയിലും ഉണ്ട്. ഇങ്ങനെ ഇട്ട മെയിലാണ് സിമ്പിൾസ്. ഈ മോസ്ക്വിറ്റോന് ഫീമെയിൽസിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ? ഒന്ന് ഇത് മാത്രമാണ് ബ്ലഡ് സക്കിങ് ആയിട്ടുള്ളത്. മെയിൽ വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറ്റീവ് പ്ലാന്റ്സിന്റെ ന്യൂട്രീഷ്യസ് സാപ്പാണ് അത് എടുക്കുന്നത്. ഫീമെയിൽസ് മാത്രമാണ് നമ്മളെ ബൈറ്റിംഗ് ആയിട്ടുള്ള മോസ്കിറ്റോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസീസ് കോസിങ് ആരാണ്? ഫീമെയിലാണ്. ഇനി ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം മാത്രമേ ഒരു പ്രാവശ്യം റീപ്രൊഡ്യൂസ് ചെയ്യൂ. ഒരു മോസ്കിറ്റോയുടെ ലൈഫ് സൈക്കിളിൽ ഒറ്റ റീപ്രൊഡക്ഷനാണ്. അപ്പോൾ അതിലാണ് അത് പിന്നെ ഒരുപാട് മുട്ട ഇട്ടിട്ട് അതിൻ്റെ റീപ്രൊഡക്ഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഒരൊറ്റ മോസ്കിറ്റോ 2000-3000 മുട്ട ഇടുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലായിട്ട് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബയോടെക്നോളജിയുടെ ഒരു ടെക്നിക്ക് എടുത്തു. നമ്മൾ തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം, ഇതിനകത്ത് മെയിൽസിനെ പിക്ക് ചെയ്യാം, കുറച്ച് ഫീമെയിൽസിനെയും പിക്ക് ചെയ്യാം, എന്നിട്ട് ഇവരെ സ്റ്റെറൈലാക്കി വിടുക. സ്റ്റെറൈലാക്കി വിടുക എന്ന് വെച്ചാൽ സ്റ്റെറൈൽ ഡസൻ മീൻ ദേ ആർ അൺഏബിൾ ടു മെയ്റ്റ്. അവർക്ക് മെയ്റ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് ആക്ട് ഓഫ് റീപ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ അവരുടെ ബോഡി ഫ്ലൂയിഡോ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ സ്റ്റെറൈലാക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ സെമൻ പിന്നെ റീപ്രൊഡ്യൂസിബിൾ ആയിരിക്കില്ല, ബട്ട് ദേ വിൽ ബി റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി. അപ്പോൾ ഈ മോസ്കിറ്റോസിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു വലിയ കൾച്ചർ ഡിഷിൽ കുറേ മോസ്കിറ്റോസിനെ കൾട്ടിവേറ്റ് ചെയ്യും. ഏതെങ്കിലും നാച്ചുറൽ നിന്നെടുക്കും, അവിടെ മെയിലും ഉണ്ടാവും ഫീമെയിൽ ഉണ്ടാവും, ഒരുപാട് എണ്ണത്തിന് ലാബ് കണ്ടീഷനിൽ ഗ്രോ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് മെയിലിനെയും ഫീമെയിലിനെയും സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ സാധനത്തിന് ബീറ്റ വേവ്സോ ഗാമ വേവ്സിൻ്റെ ഒക്കെ റേഡിയേഷൻ അടുപ്പിക്കും. ഈ റേഡിയേഷൻ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ സ്റ്റെറൈൽ ആവാൻ തുടങ്ങും. ഇപ്പോൾ നമ്മളിലായാലും എക്സസീവ് എക്സ്പോഷർ ടു റേഡിയേഷൻ മേ കോസ് സ്റ്റെറിലിറ്റി. കാരണം നമ്മുടെ ബോഡിയിലെ ഏറ്റവും സോഫ്റ്റായ ഏറ്റവും വേഴ്സറ്റൈലായ ടിഷ്യൂ ആണ് ഓവറിയും ടെസ്റ്റിക്കിളും. അപ്പോൾ ഈ സാധനം ഇതേപോലെ തന്നെയാണ് ഈ മോസ്കിറ്റോയിലായാലും. ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഓൾട്ടറേഷൻ ഉണ്ടാവുകയും സ്റ്റെറൈലായി പോവുകയും ചെയ്യും. എന്നിട്ട് ഈ സ്റ്റെറൈലാക്കിയ ഓർഗാനിസത്തിനെ ഒരു ഫ്ലൈറ്റ് വഴിയോ, യൂഷ്വലി ഫ്ലൈറ്റാണ് ചെയ്യുക, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും അല്ലാതെ ഹെൽത്ത് വർക്കേഴ്സ് തന്നെ വന്നിട്ടോ സിറ്റിയുടെ പല പല ഭാഗത്തായി ഡെപ്പോസിറ്റ് ചെയ്യും. ലാബ് കണ്ടീഷനിൽ ട്രീറ്റ് ചെയ്ത് സ്റ്റെറൈലായ സാധനത്തിന് ഇതിനെങ്ങനെ ഈ മെയിൽസിനെ മാത്രമാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. ഫീമെയിൽസ് നമുക്ക് ആവശ്യമില്ല. മെയിൽസിനെ കൊണ്ടുവന്നിട്ട് മൊത്തം സ്ഥലത്തും ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ? ബേസിക്കലി ഒരു മൈക്രോ ഓർഗാനിസോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, ഒരു ഓർഗാനിസോ അല്ലെങ്കിൽ ഒരു ആനിമലിൻ്റെയോ റീപ്രൊഡക്റ്റീവ് പാറ്റേൺ ഹ്യൂമൻ്റെ പോലെ അല്ല. അവർ സോഷ്യൽ സെറ്റപ്പ് ഒന്നും ഉള്ളൊരു ഓർഗാനിസം അല്ല. എന്താ, അവർ ഫൈറ്റ് ചെയ്യണം മെയ്റ്റ് ചെയ്യാൻ വേണ്ടി. സ്ട്രോങ്ങർ ആയിട്ടുള്ള മെയിലിന് മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് കിട്ടൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ ഹെൽത്തി ആയിരിക്കും, ഇവർ റീപ്രൊഡ്യൂസിബിൾ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ മെയിൽ മോസ്കിറ്റോസ് സാധാരണ പുറത്ത് അവിടെ ലോക്കലി കാണുന്ന മെയിൽ മോസ്കിറ്റോ, വൈൽഡ് മോസ്കിറ്റോ ആയിട്ട് ഫൈറ്റ് ചെയ്യും റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കുറേ എണ്ണമെങ്കിലും ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ കുറേ ഫീമെയിലിനെങ്കിലും ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യും. ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടെ ആ ഫീമെയിലിൻ്റെ ലൈഫ് സൈക്കിൾ എൻഡ് ചെയ്യുകയും ചെയ്തു. അവരിടുന്ന മുട്ടയൊന്നും വിരിയയില്ല. മുട്ടയിടും, റീപ്രൊഡ്യൂസ് ചെയ്യും, മുട്ടയിടും, പക്ഷേ അതിനകത്ത് വയബിൾ ആയിട്ടുള്ള സീഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നത്? ഒരുപാട് സമയങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ നമ്മളൊരു കൃത്യമായ പീരീഡിൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന 1 വർഷം ചെയ്താൽ നാട്ടിൽ നിറച്ച് മോസ്കിറ്റോ ഉണ്ടാവും, പക്ഷേ മോസ്റ്റ് ഓഫ് ദം വിൽ ബി മെയിൽ. കൊതുകുകൾ ഉണ്ടാവും, പക്ഷെ അതിന് സ്പ്രെഡിങ് റേറ്റ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഇതിനെതിരെ കുറേ ആക്ഷേപമുണ്ട്. കാരണം നമ്മൾ ബയോളജിക്കലി വാരി ചെയ്യുന്നതുകൊണ്ട് മറ്റെന്തെങ്കിലും കുഴപ്പങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി നിലവിൽ ചെയ്യുന്നുണ്ട്. ഈ ഇറ്റലി, സ്പെയിനിലൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കനാലുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ഇൻലാൻഡ് കനാലുള്ള അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ ഭയങ്കര എഫക്റ്റീവ് മെത്തഡാണ്. ദാറ്റ് ഈസ് സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇറ്റ്സ് എൻ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്. ഇത് ഒരു പ്രാവശ്യം ഇതേപോലെയാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റെറൈൽ ഇൻസെക്ട് ടെക്നിക് ഈസ് എ അടി ചോദിച്ചു, ഹെർബിസൈഡ്, അങ്ങനെ പല പല ഓപ്ഷൻ ചോദിച്ചു. അതിനകത്ത് ഒരു ഓപ്ഷൻ ആയിരുന്നു
environment friendly pest control. Mass breeding followed by sterilization using gamma rays and x-rays. Sexually competitive but sterile insects are taken and deposited at proliferation zones. They fights with the wild mosquitoes to mate. Females lays egg that are infertile and thus the number is reduced.